പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ സ്വന്തം നാട്ടുകാരെ പോലെ സഹായിച്ചത് കശ്മീരികളായ പ്രദേശവാസികളെന്ന് കൊല്ലപ്പെട്ട മലയാളി രാമചന്ദ്രന്റെ മകൾ ആരതി. വസ്ത്രം മുഷിഞ്ഞപ്പോൾ പ്രദേശവാസിയായി ഡ്രൈവർ ജാക്കറ്റ് തന്നു. പരിക്കേറ്റവരെ പ്രദേശവാസികൾ അതിവേഗം സംഭവസ്ഥലത്ത് നിന്ന് മാറ്റി. വലിയ സഹായമാണ് പ്രദേശവാസികളിൽ നിന്ന് ലഭിച്ചതെന്നും ആരതി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഈ സമയത്ത് പ്രദേശവാസികളുടെ സഹായം എങ്ങനെയാണ്? വളരെയധികം നല്ലോണം അവർ സഹായിച്ചു. അവർ വെള്ളം കൊണ്ടു തരുന്നു. അവരെ എൻ്റെ ചെളി പിടിച്ചു ടീഷർട്ടൊക്കെ. എനിക്ക് എൻ്റെ ഡ്രൈവറാണ് അയാളുടെ സ്വെറ്റർ ഊരി തന്നത് ഇടാൻ, തണുപ്പത്ത് നിൽക്കാൻ പറ്റാഞ്ഞിട്ട് എൻ്റെ കീറിയിട്ട്. അവരെ ഹെൽപ്പ് ചെയ്തത് ശരിക്കും നാട്ടിൽ നമുക്ക് എന്തെങ്കിലും പറ്റിയ നമ്മളെ വന്ന് അമ്മയും മക്കളെയും ഒക്കെ ചായ വേണോ ഭക്ഷണം വേണോ അവരെ ഹെൽപ്പ് ചെയ്തതിന് കയ്യും കണക്കൂല. ലോക്കൽ കശ്മീരീസ് അവരെ ഹെൽപ്പ് ചെയ്തു. അല്ല, എൻ്റെ അടുത്തേക്ക് വന്ന ആള് പട്ടാള വേഷമല്ലായിരുന്നു, നോർമൽ വേഷം. പ്രദേശവാസികൾ ഇവര് ആ സമയത്തേക്ക് അങ്ങോട്ടേക്ക് ഓടിയെത്തുകയായിരുന്നു പ്രദേശവാസികൾ. നമ്മൾ ഇറങ്ങി ഓടി കുറെ എത്തുമ്പോഴല്ലേ അവർക്കും അറിയണുള്ളൂ താഴെ. കാരണം ഈ മേലെ റേഞ്ച് ഇല്ല. ഇത്തിരി താഴേക്ക് ഇറങ്ങുമ്പോഴേ റേഞ്ച് കിട്ടുന്നുള്ളൂ. പോസ്റ്റ് പെയ്ഡായ അവിടെ പോസ്റ്റ് പെയ്ഡേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ കുറേ ആൾക്കാർ കയറി വന്ന് രക്ഷപ്പെടുത്താൻ കുതിരയും കൊണ്ട് വന്ന് വയസ്സായവരും ഒക്കെ നിർത്തി രക്ഷപ്പെടുത്തി. അങ്ങനെ വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് നമുക്കൊപ്പം ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. സഹിൻ, നടുക്കം മാറാതെ നിൽക്കുമ്പോഴും നാട് കേൾക്കണം എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ആരതി ഇക്കാര്യങ്ങളെല്ലാം തന്നെ സഹിനുമായി സംസാരിച്ചത്. കശ്മീരികളായ പ്രദേശവാസികളുടെ നന്മ, അവർ ഭീകരതയ്ക്ക് എത്രത്തോളം എതിരാണ് എന്ന് വ്യക്തമാക്കുന്നതിൻ്റെ നേർസാക്ഷ്യമാണ് നമ്മളിൽ ഒരാളായിട്ടുള്ള ആരതിയുടെ ഈ സാക്ഷ്യമൊഴി, നേരിട്ടുള്ള സാക്ഷ്യമൊഴി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ആരതി ഇപ്പോൾ കേട്ടതിനപ്പുറം പറഞ്ഞു വെച്ചത്? എന്തൊക്കെ വിവരങ്ങൾ നൽകാനാകുന്നുണ്ട് സഹിൻ? തീർച്ചയായിട്ടും പിന്നിലെ, അതായത് പ്രദേശവാസികളുടെ സഹായം വലിയ രീതിയിൽ ലഭിച്ചു എന്നുള്ളതാണ് ആരതി പറയുന്നത്. കാരണം ഈ വെടിവയ്പ് ഉണ്ടായപ്പോൾ തങ്ങളെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. പക്ഷേ പ്രദേശവാസികൾ ഈ വിഷയം അറിഞ്ഞ് അങ്ങോട്ടേക്ക് ഓടിയെത്തുകയായിരുന്നു. കാരണം താഴെ നിന്ന് മുകളിലേക്ക് എത്താനുള്ള ഒരു സമയമെടുക്കും. അതിനുള്ളിൽ തന്നെ പരമാവധി പ്രദേശവാസികൾ അവിടെ എത്തുകയും ആക്രമണത്തിൽ പരിക്കേറ്റ ആളുകളെ അവിടെ നിന്ന് എത്രയും വേഗത്തിൽ രക്ഷിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ആരതി പറയുന്നത്. മറ്റൊന്ന് അവർ പറയുന്നത്, അവിടെ അവരുടെ കുട്ടികളെല്ലാം ഈ പ്രദേശവാസികൾ തന്നെയാണ് സംരക്ഷിച്ച് ഒരു സ്ഥലത്ത് സുരക്ഷിതമായി ഇരുത്തുകയും ആ കുട്ടികൾക്കും ഈ സ്ത്രീകൾക്കും എല്ലാവർക്കും ഭക്ഷണവും മറ്റ് സംരക്ഷണവും ഒപ്പം തന്നെ സുരക്ഷയും എല്ലാം ഉറപ്പുവരുത്തിയത് ഈ പ്രദേശവാസികളാണ്. ആ പ്രദേശവാസികളായിട്ടുള്ള കശ്മീരികളുടെ സഹായം ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് അവർക്കെല്ലാം പുറത്തേക്ക് വരാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോൾ ആരതി പറഞ്ഞു വയ്ക്കുന്നത്. കൂടാതെ വയസ്സായ ആളുകളെ എല്ലാവരെയും താഴേക്ക് എത്തിച്ചത് ഈ പ്രദേശവാസികൾ തന്നെയായിരുന്നു. ഈ ഭീകരാക്രമണം നടന്ന് അവിടെ പ്രദേശവാസികൾ എത്തിയതോടുകൂടിയാണ് ഇവരെല്ലാവരും ഈ ആക്രമണം നടത്താൻ വന്ന ആളുകളൊക്കെ അവിടെ നിന്ന് അവരെ ഓടിക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ അവിടെ നിന്ന് പോകുന്നത്. തുടർന്ന് ഈ പ്രദേശവാസികളാണ് മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് രക്ഷിച്ച് താഴേക്ക് എത്തിക്കുന്നത്. മറ്റാളുകളെല്ലാം വേണ്ട സംരക്ഷണം അവർക്ക് ഒരുക്കി കൊടുക്കുന്നത്, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, അവരുടെ ബന്ധുക്കളെ കാര്യങ്ങൾ അറിയിക്കുന്നത്. അങ്ങനെ ഒരു വീട്ടിൽ ഒരു അപകടമുണ്ടായാൽ അതിന് ചുറ്റുമുള്ള ആളുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതുപോലെ ആയിരുന്നു ആ പ്രദേശവാസികളെല്ലാം പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ആരതി പറയുന്നത്. മറ്റൊന്ന്, ഈ സമയത്ത് അവർ തരണം ചെയ്തത്, ഈ വെടിവയ്പ് ഉണ്ടായപ്പോൾ തന്നെ ഇവർക്ക് കൺമുന്നിൽ കാണാൻ കഴിഞ്ഞു, ഈ അക്രമകാരിയെ കൺമുന്നിൽ കാണാൻ കഴിഞ്ഞു, തീവ്രവാദിയെ എന്നുള്ളതാണ്. അവരാരും പട്ടാളവേഷത്തിലായിരുന്നില്ല വന്നത് എന്നും ഈ ആരതി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കൂടാതെ ആ സമയത്തെ ഒരു ധൈര്യം, ആ ധൈര്യം കൊണ്ട് മാത്രമാണ് ഈ മക്കളെയും ഒപ്പം തന്നെ ബന്ധുക്കളെയും എല്ലാം വിവരം അറിയിക്കാനും മക്കളെ രക്ഷിച്ച് താഴേക്ക് എത്തിക്കാനും പറ്റിയതെന്നാണ് ആരതി പറയുന്നത്. സഹിൻ, വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ് ആരതി പറഞ്ഞു വെക്കുന്നത്. വളരെ ധീരമായി സംസാരിക്കുകയായിരുന്നു. ഈ വിഷമമുള്ള വൈഷമപൂർവമായ സാഹചര്യത്തിലും ആരതി സഹിൻ ആന്റണിയുമായി എന്ന കാര്യത്തിൽ വ്യക്തമില്ല. സായിദ് ഹാബിദിനെ പോലുള്ള നിരവധി ആളുകളുടെ ചോരയാണ് ആ മണ്ണിൻ്റെ ഉറപ്പ് എന്നുള്ളത് ആരതിയുടെ വാക്കുകളിൽ വ്യക്തമാണ്. കശ്മീരിലെ കുതിരക്കാരനായ സയ്യിദ് ആബിദിൻ്റെ വാർത്ത നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. കശ്മീരിൻ്റെ വീരപുത്രൻ. ആരതി എന്താണ് പറഞ്ഞത് എന്ന് ഒരിക്കൽ കൂടി നമുക്ക് കേട്ടുവരാം. ഈ സമയത്ത് പ്രദേശവാസികളുടെ സഹായം എങ്ങനെയാണ്? വളരെയധികം നല്ലോണം അവർ സഹായിച്ചു. അവർ വെള്ളം കൊണ്ടു തരുന്നു. അവരെ എൻ്റെ ചെളി പിടിച്ചു ടീഷർട്ടൊക്കെ. എനിക്ക് എൻ്റെ ഡ്രൈവറാണ് അയാളുടെ സ്വെറ്റർ ഊരി തന്നത് ഇടാൻ, തണുപ്പത്ത് നിൽക്കാൻ പറ്റാഞ്ഞിട്ട് എൻ്റെ കീറിയിട്ട്. അവരെ ഹെൽപ്പ് ചെയ്തത് ശരിക്കും നാട്ടിൽ നമുക്ക് എന്തെങ്കിലും പറ്റിയ നമ്മളെ വന്ന് അമ്മയും മക്കളെയും ഒക്കെ ചായ വേണോ ഭക്ഷണം വേണോ അവരെ ഹെൽപ്പ് ചെയ്തതിന് കയ്യും കണക്കൂല. ലോക്കൽ കശ്മീരീസ് അവരെ ഹെൽപ്പ് ചെയ്തു. പട്ടാളവേഷത്തിലായിരുന്നു. അല്ല, എൻ്റെ അടുത്തേക്ക് വന്ന ആള് പട്ടാള വേഷമല്ലായിരുന്നു,
നോർമൽ ഈ വേഷം. പ്രദേശവാസികൾ ഇവര് ആ സമയത്തേക്ക് അങ്ങോട്ടേക്ക് ഓടിയെത്തുകയായിരുന്നു പ്രദേശവാസികൾ. നമ്മൾ ഇറങ്ങി ഓടി കുറെ എത്തുമ്പോഴല്ലേ അവർക്കും അറിയണുള്ളൂ താഴെ, കാരണം ഈ മേലെ റേഞ്ച് ഇല്ല. ഇത്തിരി താഴേക്ക് ഇറങ്ങുമ്പോഴേ റേഞ്ച് കിട്ടുന്നുള്ളൂ. പോസ്റ്റ് പെയ്ഡായ അവിടെ പോസ്റ്റ് പെയ്ഡേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ കുറേ ആൾക്കാർ കയറി വന്ന് രക്ഷപ്പെടുത്താൻ കുതിരയും കൊണ്ട് വന്ന് വയസ്സായവരും ഒക്കെ നിർത്തി രക്ഷപ്പെടുത്തി. അങ്ങനെ സയ്യിദ് ഹാദിൽ ഹുസൈൻ ഷായെ പോലുള്ള നിരവധി കശ്മീരികളുടെ ചോരയും ജീവനും കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് വർഷങ്ങളായി ആ നാടിൻ്റെ സമാധാനം. അതിനെ തകർക്കാനുള്ള ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി ചേർക്കുകയാണ് രാജ്യം. അതിന് കശ്മീരികൾ എത്രത്തോളം സഹായം ചെയ്തു എന്നുള്ളതാണ് ആരതി കൊല്ലപ്പെട്ട രാമചന്ദ്രൻ്റെ മകൾ സഹിൻ ആന്റണിയുമായി സംസാരിച്ചത്.